സോ നിങ്ങളുടെ ഐഫോണിൽ iOS 26 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള 20-ലധികം വരുന്ന iOS 26ൻ്റെ ഹിഡൻ ഫീച്ചേഴ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് മെസ്സേജസ് ആപ്പിലാണ്. മെസ്സേജസ് ആപ്പിൽ നിങ്ങൾ ഡ്യുവൽ സിം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ നിങ്ങൾ കാണാം ഞാൻ ഡ്യുവൽ സിം ആണ് യൂസ് ചെയ്യുന്നത്. സോ ഡ്യുവൽ സിം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫിൽറ്റേഴ്സ് ഓപ്ഷനിൽ, മെസ്സേജസിൻ്റെ ഫിൽറ്റേഴ്സ് ഓപ്ഷനിൽ നമുക്കിപ്പം ഫിൽറ്റർ ബൈ എന്ന് പറയുന്ന ആ ഒരു മെനുവിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് പേഴ്സണൽ ആൻഡ് ബിസിനസ്, ഇനി മുതൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സിം ബേസ് ചെയ്തിട്ടുള്ള ഫിൽട്രേഷൻ മെസ്സേജസിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഏത് വേണം എന്നുള്ളത് ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. രണ്ട് മെസ്സേജസിൽ തന്നെയാണ് നമുക്ക് വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാമിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡുകളിൽ നിന്ന് വരുന്ന നോർമൽ മെസ്സേജുകൾ, SMS ഇനി മുതൽ ആ ഒരു ബ്രാൻഡിൻ്റെ ലോഗോയോടെ അല്ലെങ്കിൽ ഗിഫ് ഐക്കണോടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഡ്യുവൽ സിം യൂസർ ആണ് എന്നുണ്ടെങ്കിൽ, ഡ്യുവൽ സിം ആണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ വെബ്സൈറ്റിൽ ഒരു ഫോൺ നമ്പർ കണ്ടു, അതിൽ വിളിക്കാൻ വേണ്ടി ആ നമ്പറിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഏത് സിമ്മിൽ നിന്ന് കോൾ പോകണം എന്നുള്ള ഒരു പോപ്പപ്പ് ഇതുപോലത്തെ ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പണ്ടുണ്ടായിരുന്ന നാവിഗേഷൻ ജസ്റ്റേഴ്സിനെ കംപ്ലീറ്റ്ലി ആപ്പിൾ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. iOS 26 വന്നപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ഫിംഗേഴ്സ് ലിഫ്റ്റ് പോലും ചെയ്യാതെ നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓരോ മെനൂസും ഓപ്ഷൻസിലൂടെയും. ജസ്റ്റ് ഇവിടെ ഫോട്ടോസ് ആപ്പിനകത്ത് ഈ ഒരു താഴെ ഫിൽറ്റർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഈ ഫിൽറ്ററിൻ്റെ അവിടെ ജസ്റ്റ് കൈ ഒന്ന് പ്ലേസ് ചെയ്താൽ തന്നെ, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ തന്നെ നമുക്ക് ഓരോ ഓപ്ഷൻസിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ഫീച്ചർ എയർപോർട്ട്സ് യൂസേഴ്സിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. അത് നമ്മൾ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പബ്ലിക് സ്പേസിലോ ഇരിക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഒരു കോൾ വന്നെന്ന് വിചാരിക്കട്ടെ, കാറിലോ സ്പീക്കേഴ്സിലോ ഡിവൈസ് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ വരുന്ന കോൾ ആണെങ്കിൽ പോലും ഡയറക്റ്റ്ലി പോകുന്നത് സ്പീക്കേഴ്സിലേക്കായിരിക്കും. സോ അതിനെ ടാക്കിൾ ചെയ്യാൻ ഒരു കിടിലൻ ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. സെറ്റിംഗ്സ് ജനറൽസ് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ എയർ പ്ലേ ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഓപ്ഷനകത്ത് കീപ് ഓഡിയോ വിത്ത് ഹെഡ്ഫോൺസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്ലേ ചെയ്യുന്ന ഓഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ വരുന്ന കോൾ ആയിക്കോട്ടെ ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഹെഡ്ഫോൺസിലേക്കായിരിക്കും അല്ലെങ്കിൽ എയർപോർട്സിലേക്കായിരിക്കും. അടുത്തത് ഐഫോൺ സ്റ്റോറേജിൽ കൊണ്ടുവന്ന കുറച്ച് മാറ്റങ്ങളാണ്. സെറ്റിംഗ്സിൽ ജനറൽസിൽ ഐഫോൺ സ്റ്റോറേജ് ഓപ്ഷനിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിവ്യൂ ഓപ്ഷൻസ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫോട്ടോ വീഡിയോസ് ഒക്കെ റിവ്യൂ ചെയ്യുന്ന ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ iOS 18 ആണ്, അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ചായിരിക്കും കാണുന്നത്. എന്നാൽ പുതിയ iOS 26 അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിവ്യൂ ടാബ് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻറ്റ് ഓപ്ഷൻസ് ആയിട്ട് തന്നെ കാണാൻ സാധിക്കും. സോ സ്ക്രീൻഷോട്ടുകൾ ഇവിടുന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാം. ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അങ്ങനെ സ്റ്റോറേജ് നമുക്ക് റിക്കവറി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ബാക്കിയുള്ള ഹിഡൻ ഫീച്ചേഴ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഗീവ് അവേ ആയിട്ട് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കേസുകളാണ്. അത് സ്പെസിഫിക്കലി 15 Pro 16 Pro മോഡൽസിന് വേണ്ടിയുള്ള കേസുകളാണ്. സോ ഈ ഒരു ഗീവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യങ്ങളും, ഈ വീഡിയോ ഉൾപ്പെടെ അടുത്ത 3 വീഡിയോസിന് നല്ല ബ്യൂട്ടിഫുൾ കമൻറ്റ്സ് ഇടുന്നവർക്ക് അതിൽ നിന്ന് ഞാൻ ഒരാളെ 4ാമത്തെ വീഡിയോയിൽ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ആ വിന്നറിനെ ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 2 കമൻറ്റുകൾ 4ാമത്തെ വീഡിയോയിൽ ഞാൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ആ യൂസേഴ്സിന് ഞാൻ ഈ പറഞ്ഞ കേസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ ഫോണിൽ ഹൈഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോറേജ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹിഡൻ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ തന്നെ ആ ഒരു ആപ്ലിക്കേഷൻസിൻ്റെ സ്റ്റോറേജ് വിസിബിൾ ആകുന്നതായിരിക്കും. ആപ്പിൾ കഴിഞ്ഞ വർഷമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫീച്ചറാണ് ഇമേജ് പ്ലേ ഗ്രൗണ്ടിൽ. അതിൽ ജെൻ ഇമോജീസിൽ ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് മൾട്ടിപ്പിൾ ഇമോജീസ് മിക്സ് ആൻഡ് മാച്ച് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ജെൻ ഇമോജീസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ ഇമോജികൾ ഇതിലേക്ക് ആഡ് ചെയ്താൽ അത് മാച്ച് ചെയ്തിട്ടുള്ള പുതിയൊരു ഇമോജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ 2 ഇമോജീസ് ആഡ് ചെയ്തുകൊണ്ട് ഒരു ഇമോജി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചിരിച്ചോണ്ടുള്ള ഞെട്ടൽ, അങ്ങനെ ഒരു പുതിയ ഇമോജി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. iOS 26 ആപ്പിൾ കൊണ്ടുവന്ന മറ്റൊരു ഫീച്ചറാണ് ചാർജിങ് ഓവർ റൈഡ്. അതായത് നമ്മൾ ഇപ്പം ബാറ്ററി ചാർജിങ് ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. നമുക്ക് ഇഷ്ടമുള്ള നമ്പറിലേക്ക് ചാർജിങ് ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചില പ്രത്യേക സമയങ്ങളിൽ ഡിവൈസ് തന്നെ നമ്മളോട് ചോദിക്കും ചാർജിങ് ലിമിറ്റ് ഓവർ റൈഡ് ചെയ്ത് ആ ചാർജ് ചെയ്യുന്ന സെഷൻ 100% ചാർജ് ചെയ്യട്ടെ എന്നുള്ള ഒരു പ്രോംപ്റ്റ് ഡിവൈസ് കൊടുക്കുന്നതായിരിക്കും. ഇത് എപ്പോഴും കൊടുക്കുന്നതല്ല, വളരെ റെയർ ആയിട്ട് ഡിവൈസ് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ആപ്പിൾ iOS 26 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ആപ്പിളിൻ്റെ പാസ്വേഡ് ആപ്പ്. സോ പാസ്വേഡ് ആപ്പിനകത്ത് ഇനി മുതൽ നിങ്ങൾക്ക് പ്രീവിയസ് ഹിസ്റ്ററിയും, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ലോഗിൻ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി എന്താണ് ചേഞ്ച് ചെയ്ത ഓൾഡ് പാസ്വേഡ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മളൊരു ലോഗിൻ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വെബ്സൈറ്റാണ്. അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ടുണ്ട്. സോ താഴെയായിട്ട് വ്യൂ ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിലങ്ങ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുള്ള പാസ്വേഡുകൾ, അതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി മുതൽ നമുക്ക് ഏത് വെബ്സൈറ്റുകളും
വെബ് ആപ്ലിക്കേഷനായിട്ട് നമ്മുടെ ഹോം സ്ക്രീനിൽ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇതുവരെ വെബ് ആപ്ലിക്കേഷനായിട്ടല്ല, നമുക്ക് ഹോം സ്ക്രീനിലേക്ക് ഡയറക്റ്റ് ഒരു വെബ്സൈറ്റ് സേവ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. നിങ്ങളുടെ ചുരുക്കം ചില ആളുകൾക്കെങ്കിലും ഓൾറെഡി അറിയായിരിക്കും, നമ്മളുടെ ഏത് വെബ്സൈറ്റും iOS 18 വരെ നമുക്ക് ഏത് വെബ്സൈറ്റും ഈ ഒരു ഷെയർ ഷീറ്റിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മോർ ഓപ്ഷനിൽ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ നമുക്ക് ഹോം സ്ക്രീനിലേക്ക് ഓൾറെഡി ആഡ് ചെയ്യായിരുന്നു. എന്നാൽ iOS 26 വന്നപ്പോൾ അങ്ങനെയല്ല. ഈ ഹോം സ്ക്രീനിൽ ആഡ് ചെയ്യുന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് ഓപ്പൺ ആസ് വെബ് ആപ്പ് എന്നുള്ള ഓപ്ഷൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വെബ് ആപ്പായിട്ടാണ് ഓപ്പൺ ആകുന്നത്. ഇനി നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോണം, ഇത് സെപ്പറേറ്റ് ഒരു ആപ്ലിക്കേഷൻ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇവിടെ URL ആക്സസ് ചെയ്യാൻ, ഇവിടെ നമുക്ക് താഴെ സ്ക്രോൾ ചെയ്യുന്ന സമയത്തൊന്നും URL എൻ്റർ ചെയ്യാൻ ഓപ്ഷൻസ് ഒന്നുമില്ല. ഇപ്പോൾ സഫാരി വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ്, നമുക്ക് താഴെ വെബ്സൈറ്റ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇതൊരു വെബ് ആപ്പാണ്, സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻ പോലെയാണ് ഇത് ആക്സസ് ചെയ്യുന്നത്. നിങ്ങളിൽ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കോൺസെൻട്രേഷൻ, ഫോക്കസ് ഒക്കെ വേണം. വളരെ കാമായിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഫീച്ചർ ആപ്പ് കൊണ്ടുവന്നിട്ടുള്ളതാണ് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എന്ന് പറയുന്നത്. ഇതാണ് ആ ഫീച്ചർ. ഇത് നമുക്ക് കൺട്രോൾ സെൻറ്ററിൽ ഡയറക്റ്റ് ആഡ് കൺട്രോൾ ഓപ്ഷനിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എന്ന് പറഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. iOS 18-ൻ്റെയും 26-ൻ്റെയും സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത്രയധികം ഓപ്ഷനിൽ നിന്ന് നിരവധി സൗണ്ട് ഓപ്ഷൻസിലേക്കാണ് 26 വന്നത്. ടോപ്പിലായിട്ട് തന്നെ നമ്മൾ പ്ലേ ചെയ്യുന്ന സൗണ്ടിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിൻ്റെ സെറ്റിംഗ്സിലേക്ക് ഡയറക്റ്റ് പോകാൻ സാധിക്കും. ഇതിൻ്റെ സെറ്റിംഗ്സിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വലൈസർ ഈ ഒരു സൗണ്ടിന് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് അതിൻ്റെ ആ ഒരു പിച്ചും അല്ലെങ്കിൽ ആ ഒരു ടോൺ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈമറും ഇപ്പോൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഈവൻ നമ്മൾ ഉറങ്ങിപ്പോയാലും ടൈമർ കഴിയുന്നതനുസരിച്ച് അത് ഓഡിയോ കട്ടാവുന്നതായിരിക്കും. പുതിയ ക്യാമറ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് റൈറ്റ് കോർണറിലായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും. ഫ്ലാഷ്, നൈറ്റ് മോഡ്, ഇങ്ങനെയുള്ള ക്വിക്ക് ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഈ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും എല്ലാം സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് എനേബിൾ ചെയ്യാനുള്ള ഒരു മാർഗ്ഗം ആപ്പിൾ ക്യാമറ സെറ്റിംഗ്സ് ക്യാമറ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ ടാബ്ലറ്റ് ടാപ്പ് ചെയ്യുക, വേണ്ട ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എനേബിൾ ചെയ്യാം. അതുപോലെ വീഡിയോ ഷൂട്ടേഴ്സിന് വളരെ ഈസി ആയിട്ട് നമുക്ക് റെസൊല്യൂഷൻ, ഫ്രെയിം റേറ്റ്, ഫോർമാറ്റ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പിന്നീട് പ്രൈവസി സെറ്റിംഗ്സിൽ വന്നിരിക്കുന്ന കുറച്ച് മാറ്റങ്ങളാണ്. താഴെ പ്രൈവസി സെക്യൂരിറ്റി ഓപ്ഷനിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് നിങ്ങളുടെ കോൺടാക്ട്സിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺടാക്റ്റുകളെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്ക് ടു കോൺടാക്ട് ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതിൽ നമ്മളിപ്പോൾ ബ്ലോക്ക് ചെയ്ത കോൺടാക്റ്റുകളെല്ലാം തന്നെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. പിന്നീട് ആപ്പിളിൻ്റെ മാപ്സ് ആപ്ലിക്കേഷൻ, അതിൽ കാര്യമായിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ്സ് ആപ്പിൾ iOS 26 കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെ ഒന്ന്, നമുക്ക് ഓഫ്ലൈനായിട്ട് മാപ്പുകൾ ഇനി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ട്രിവാൻഡ്രം ആണ് എന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം സിറ്റിയുടെ ബേസ് ചെയ്തുള്ള ആ ഒരു പർട്ടിക്കുലർ മാപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട് എത്ര MB ആണ് ആ ഒരു ഓഫ്ലൈൻ മാപ്പിൻ്റെ ഡേറ്റ സൈസ് എന്നുള്ളത്. 2 സ്ക്രീൻഷോട്ടാണ്. നമുക്ക് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാപ്പിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഇനി നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു. യൂഷ്വലി എടുക്കുന്ന സ്ക്രീൻഷോട്ടിൽ നമുക്ക് കാണാം താഴെ കുറച്ച് ഇൻഫർമേഷൻസ്, സൈഡിലായിട്ട് കുറച്ച് എയർ ക്വാളിറ്റി ഇൻഫർമേഷൻസ്, ഏറ്റവും മുകളിൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുണ്ട്. എന്നാൽ സ്ക്രീൻ ഓപ്ഷൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഫുൾ പേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള മാപ്പിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ലഭിക്കുന്നതാണ്. ഈ ക്ലീൻ സ്ക്രീൻഷോട്ട് ഔട്ട്പുട്ട് മാപ്സിൽ മാത്രമല്ല ആപ്പിളിൻ്റെ നോട്ട്സ് ആപ്പിലും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പം ഈ ഒരു നോട്ട്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. നോട്ട്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കഴിയുമ്പം നമുക്ക് ഇതിലും ഏറ്റവും ടോപ്പിൽ ഫുൾ പേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻറ്റയർ പേജ്, നമ്മളെടുത്ത ഫസ്റ്റ് പേജ് അല്ല, ആ എൻറ്റയർ പേജിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നതാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ PDF ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓപ്ഷനിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അസൈൻ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് ഔട്ട്പുട്ട് ഇനി മുതൽ ലഭിക്കുന്നതാണ്. പിന്നീട് ലോക്ക് സ്ക്രീനിൻ്റെ ക്വിക്ക് ആക്ഷൻ മെനുവിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്, റിമൈൻഡേഴ്സ്. സോ ഇനി മുതൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് റിമൈൻഡേഴ്സ് ആഡ് ചെയ്യാൻ സാധിക്കും. റിമൈൻഡേഴ്സ് ആപ്ലിക്കേഷൻ ഒന്നും ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നിങ്ങളുടെ ലോക്ക് സ്ക്രീനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ റിമൈൻഡേഴ്സ് ഇനി മുതൽ ആഡ് ചെയ്യാനാണ്. ജസ്റ്റ് റിമൈൻഡേഴ്സ് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഇത് റിമൈൻഡേഴ്സ് വരും. അതിലേക്ക് എന്താണോ റിമൈൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിൻ്റെ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യുക, ഏത് ലിസ്റ്റിലേക്ക് ഈ റിമൈൻഡേഴ്സ് ആഡ് ചെയ്യണം എന്നുള്ളതും ഇവിടുന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാം. അതിൻ്റെ പ്രയോറിറ്റി, ലൊക്കേഷൻ, ഫ്ലാഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇൻക്ലൂഡിങ് ഡേറ്റ് ആൻഡ് ടൈമും നിങ്ങൾക്ക് റിമൈൻഡർ ഓപ്ഷനിലേക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് വളരെ 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 ഹാൻഡി ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇതോടൊപ്പം സ്ക്രീൻഷോട്ടിൽ വന്ന മറ്റൊരു രസകരമായിട്ടുള്ള മാറ്റം, നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ആർട്ടിക്കിളോ അല്ലെങ്കിൽ എന്തെങ്കിലും
എന്തെങ്കിലും ഒരു പേജിൻ്റെ ടെക്സ്റ്റുകൾ കുറേ ഉള്ള പേജിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് ഈ സ്ക്രീൻഷോട്ടിലെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ജയൻ പാണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ടോപ്പിക്ക്. അതിൻ്റെ സൈഡിൽ സമ്മറൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതിനോടൊപ്പം തന്നെ റീഡ് എലൗഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ഇതിൽ എഴുതിയേക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓഡിയോ രീതിയിൽ കേൾക്കാൻ സാധിക്കുന്നതാണ്. അത് വളരെ ഹാൻഡി ആയിട്ടുള്ളൊരു ഫീച്ചറാണ് റീഡ് എലൗഡ്. പിന്നീട് ഫയൽസ് ആപ്പിൽ കൊണ്ടുവന്നൊരു മാറ്റമാണ് ഈ 3 ഡോട്ടിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐക്കൺ എന്നുള്ള വ്യൂ ഓപ്ഷൻ മാറ്റി ലിസ്റ്റിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസിലുള്ള പോലെ നമ്മൾ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഫയൽസ് എല്ലാം കാണണമെന്നില്ല. എല്ലാ ഫോൾഡേഴ്സിൻ്റെ സൈഡിലായിട്ട് ഡ്രോപ്പ് ഡൗൺ മെനൂസ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഓപ്ഷൻസും ഇതുപോലെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ഫോൾഡേഴ്സിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് സെറ്റിംഗ്സിൽ സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ് എന്ന ഓപ്ഷനിൽ ഏറ്റവും താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ റെഡ്യൂസ് ലൗഡ് സൗണ്ട് എന്ന് പറഞ്ഞ പുതിയൊരു ഫീച്ചർ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഈ ഫീച്ചർ എന്തിനാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്താണ് ഇത് യൂസ്ഫുൾ ആകുന്നത്. ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന മൂവി ആയിക്കോട്ടെ, പ്ലേ ചെയ്യുന്ന മ്യൂസിക്കോ ഓഡിയോയോ എന്ത് ടൈപ്പ് ഓഫ് മീഡിയ ആയിക്കോട്ടെ അതിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ പിച്ച് കൂടിയിട്ടുള്ള പോർഷൻ ആണെങ്കിൽ പോലും സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചില സമയത്ത് സൗണ്ട് വേരിയേഷൻസ് ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ തന്നെ പാട്ടോ അല്ലെങ്കിൽ വീഡിയോസോ അല്ലെങ്കിൽ മൂവീസോ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഏതാനും ചില iOS 26 ഹിഡൻ ഫീച്ചേഴ്സ്. ഇതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ലിസ്റ്റ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടന്റ്സിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. ക്യാച്ച് യു ഗൈസ് നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ, പീസ്.